നമ്മൾ ഹൈ റേഞ്ച് യാത്ര നടത്തുമ്പോണ്ടല്ലോ വാഗമണ്ണും പരുന്തുംപാറയും തേക്കടിയും മാത്രം കണ്ടുപോകാതെ ഈ ഒരു സ്ഥലം കൂടെ കാണുന്നു. ഇവിടുത്തെ തിരക്കുണ്ടോ? ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ? ഇവിടുത്തെ തിരക്ക് കണ്ടോ? ഒരുപാട് പേരാണ് വരുന്നത് കണ്ടോ. ഒരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ. നീ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി കിടക്കുന്നുണ്ടോ? കണ്ടോ? ചുരുങ്ങിയ ചിലവിൽ ഒരു ദിവസം ഫുള്ള് നിങ്ങൾക്ക് ഇവിടെ അടിച്ചു പൊളിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ സ്പോട്ട് നിങ്ങളെ കാണിച്ചു തരാം. തേക്കടി റോസ് പാർക്ക് എന്നാണ് ഈ ഒരു പാർക്കിൻ്റെ പേര് കേട്ടോ. വരുന്നത് കേട്ടോ, വേണ്ട വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട് കേട്ടോ, ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള ആക്ടിവിറ്റീസൊക്കെ തന്നെ അതേണ്ടത് ഇവിടെ ഈ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഇന്ന് മച്ചാ ഒരു 7-8 ഏക്കറിൽ പരന്ന് കിടക്കുന്ന സ്വർഗം എന്ന് തന്നെ പറയാം കേട്ടോ. ഇവിടെ എന്താ സംഭവം നമുക്ക് നോക്കാം. ഇന്ന് ആൾക്കാർക്ക് ക്യൂ നിൽക്കുന്നുണ്ടല്ലോ ടിക്കറ്റ്. ബോട്ടിങ് കേട്ടോ, അതുകൊണ്ടാണ് ബോട്ട് പോകുന്നുണ്ട്. ബോട്ടിങ് ഇതിനെ റൗണ്ട് അടിച്ച് ചെറിയ ബോട്ടിങ് ചേർന്നില്ല. വെയിലടിക്കുണ്ടാവും. അതേണ്ടൊരുത്തം വെള്ളത്തിന് കൊണ്ട നിൽക്കുന്നുണ്ടോ. അടിപൊളിയാണ് കേട്ടോ, എവിടെ നോക്കിയാലും അടിപൊളിയാണ്. പ്രകൃതി ഭംഗി കളയാതെ, ഒട്ടും കളയാതെ തന്നെയാണ് ഈ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. എവിടെ നോക്കിയാലും പ്രകൃതി ഭംഗിയാണ് കേട്ടോ. എൻ്റെ ഒരു കൊച്ചു പയ്യൻ ചട്ടിയൊക്കെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എടുക്കാനായിട്ട് കേട്ടോ. കൊക്കക്കോളയൊക്കെ കുടിച്ചുകൊണ്ട് ചട്ടിയൊക്കെ തലയിൽ വെച്ചുകൊണ്ട് ഉള്ള ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഓരോ അഡ്വഞ്ചറസും ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടെ കൂടിയിട്ടുണ്ട്. അതായത് എൻ്റെ ഈ കുഞ്ഞിതാണ് മേളോട്ട് കളന്ന് പോകുന്നുണ്ട് കണ്ടാണ്. അയ്യോ അതിന് ആ മുഖത്തെ എക്സ്പ്രഷനൊക്കെ കണ്ട. അടുത്ത കൊച്ചുകുട്ടികൾക്കായിട്ടുള്ള അടുത്ത റൈഡ് ഉണ്ട്. ഇത് വെച്ചിട്ട് റിസ്ക്കാണ് ഞാൻ പരിപാടി കേട്ടോ. കൊച്ചു കുട്ടികൾക്കുള്ള ബോട്ടിങ് കടൽ ബോട്ടാണ്. പൂവിൻ്റെ ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. അടിപൊളി കേട്ടോ, അടിപൊളിയാണ്. ഒരു രക്ഷയില്ല മോനെ, അടിപൊളി. ഇവിടെ പ്രായപരിധി ഇല്ല കേട്ടോ. ഇതിനകത്ത് കയറുന്നതിന് പ്രായപരിധി ഇല്ല കേട്ടോ. എൻ്റെ ഒരു കൊച്ചു കുഞ്ഞായിരുന്നു കയറുന്നത്. എനിക്ക് ഒരു ചേച്ചിയാണ് കയറിയിരിക്കുന്നത്. ഇനി നമുക്ക് അമ്പയത്തൊന്ന് കണ്ടാലോ. ചേട്ടൻ തീരെ ഒന്നുമില്ല കേട്ടോ. ഒരു ചേട്ടൻ തന്നെ ഷൂട്ട് ചെയ്യുന്നു. എൻ്റെ കൊച്ചു മോള് ചിലത് വിലക്കകത്ത് കയറുന്നുണ്ടോ. സെറ്റപ്പാട്ടോ വേണ്ട. മോട്ടറൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ നമ്മുടെ പഴയ ആളുകൾ കൃഷിക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന, ഇല്ല വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന ഈ ഒരു രീതിയിലായിരുന്നു. കണ്ട ശരിക്കും നാച്ചുറൽ രീതിയിലാണ് പഴയൊരു മാടമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. അതായത് മാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു മാടം. ആ ഒരു ലെവലിൽ തന്നെ കലമൊക്കെ തൂക്കിയിട്ടിട്ട് കണ്ട റാന്തലൊക്കെ ഉണ്ട്. ഇനി ഊഞ്ഞാൽ സെക്ഷൻ കണ്ട. ഇവിടെയും പ്രായപരിധിയില്ല, കുട്ടികളും വലിയൊരു ഒത്തിരി പേര് ആടുന്നുണ്ട്. ഇത് കണ്ട ഫാമിലിയായിട്ട് ആടാൻ പറ്റും ഊഞ്ഞാൽ കണ്ട. അതുപോലെ തന്നെ സിംഗിൾ ടൈപ്പ് ഉണ്ട്, അതായത് ചെയിൻ്റെ ചങ്ങലയിൽ ഉണ്ടാക്കുന്ന ഊഞ്ഞാലും ഉണ്ട് കേട്ടോ. ഒരുപാട് കുട്ടികളാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഒരുപാട് കുട്ടികളാണ് വരുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. സ്ഥലം പൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി സ്ഥലമാണ്. എന്താ ഇതുകൊണ്ട് എന്തൊരു പ്രകൃതി ഭംഗിയാണ് കേട്ടോ. അടിപൊളി കേട്ടോ. ഒരുപാട് പേര് വിശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് വിശ്രമിക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ശരിക്കും നമ്മളുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ല ഒരു അടിപൊളി സ്ഥലം നമ്മൾ മിസ് ചെയ്യുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴേ ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ, ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ ഒരു സ്പോട്ടിൽ.
പിന്നെ ഫോട്ടോഷൂട്ടിന് വേണ്ടി അടുത്തൊരു സ്പോട്ട് ഉണ്ട്, കാളവണ്ടി. ഇവിടെ വേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടോ അത് ഇത് കണ്ടോ, രണ്ടൊരാൾ സൈക്കിളിൽ പോകുന്നുണ്ട്, തലയ്ക്ക് മുകളിൽ കൂടെ സൈക്കിളിൽ പോകുന്നുണ്ട്. ഇവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടുത്തൊരു അതായത് കയാക്കിങ് പോലുള്ളൊരു സംഭവം ഇതുണ്ട്. ചെറിയൊരു കുളം ഉണ്ടാക്കിയിട്ട് അതിനകത്തുണ്ട്, രസമുണ്ട് കണ്ടോ, അടിപൊളി. ഒരു ഫാമിലിയായിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ല കണ്ട, റിസ്ക് ഇല്ല, അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. എങ്ങോട്ട് തിരിഞ്ഞാലും ഊഞ്ഞാലും ഇവിടെ റെഡി ആയിട്ടിരിക്കും കേട്ടോ. ഏത് സൈഡിലോട്ട് തിരിഞ്ഞാലും അത് നമുക്ക് പറ്റിയ, അത് കയറിന് ഊഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഇരുമ്പിൻ്റെ ഉണ്ട്, പിന്നെ എന്താ ഒന്നിച്ചാടാൻ പറ്റുന്ന, അതായത് പണ്ട് നമ്മൾ ഒന്നിച്ചാടുന്ന ടൈപ്പില്ല, അത്രയുണ്ട്. എല്ലാവിധ ഊഞ്ഞാലുകളും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഐറ്റം കണ്ടോ, ബോട്ട് പോരാഞ്ഞിട്ട് കയാക്കിങ്, ആ ബോട്ട് പോരാഞ്ഞിട്ട് തന്നെ അടുത്തൊരു ഐറ്റം വരുന്നുണ്ട് കേട്ടോ. വേണ്ട താഴത്തില്ല കണ്ടോ, ഇതിങ്ങനെ കടന്ന് കിടക്കണ്ട, ചെറുക ചവിട്ടി ഇങ്ങനെ വരാൻ കണ്ട, അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഒന്നുണ്ട് ചവിട്ടി വരുന്നുണ്ട്, സ്പീഡിലൊന്ന് ചവിട്ടിക്ക്, സ്പീഡിലൊന്ന് ചവിട്ടിക്ക്. ഓ ഡ്രസ്സിൽ തന്നെ ഇത് കൊള്ളാം കേട്ടോ, ഇത് വെറൈറ്റി കേട്ടോ, ഒരു രക്ഷയില്ല, വെറൈറ്റി ഐറ്റം. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് അറിയാം, ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലങ്ങളാണ്. ഞാനാണ് ഒരാൾ നമ്മുടെ തലയ്ക്ക് മേളിൽ കൂടെ സൈക്കിളിൽ പോകുന്നുണ്ട്, എങ്ങോട്ട് തിരിഞ്ഞാലും ഈ കൊച്ചു കുട്ടിയൊക്കെ പോകുന്നുണ്ടോ, എന്നാ സ്പീഡിലാണ് പോകുന്നുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലങ്ങളാണ്, അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല, അന്യ വൈബ് സ്ഥലം. പൊന്നളിയാ, നമുക്കൊരു ദിവസം ഫുള്ള് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ, ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ, ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ, ഭയങ്കര ക്യൂ ആണ് ഇവിടെ കണ്ടോ. സിപ്പ് ലൈൻ തുടങ്ങുന്നത് ഇവിടെ നാട്ടോ, പക്ഷേ സൈക്ലിങ് തുടങ്ങുന്നുണ്ട് അവിടുന്ന്. ഇങ്ങോട്ട് നോക്കല്ല, അടിപൊളി സ്ഥലമാണ് കേട്ടോ, ഒരു രക്ഷയില്ല, എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ്. പിന്നെ അതുകൊണ്ട് ഇവിടെ ഒരു ഏറുമാടമുണ്ട്, ഉണ്ട് ഇവിടെ ചെറിയൊരു ഏറുമാടമുണ്ട്, ഇതിലൊക്കെ ആൾക്കാർ വിശ്രമിക്കുന്നൊക്കെ ഉണ്ട്. ആ ഇതാ മറ്റേ കയറേ കൂടെ കയറുന്ന സാധനം കണ്ട, ഹൈലി റിസ്ക് അഡ്വഞ്ചർ ഒരുപാടുണ്ട് കേട്ടോ. വേണ്ടത് പെഡൽ ബോട്ടേ വരുന്നുണ്ട് ഒരു ഫാമിലി. അതുകൊണ്ട് അവിടെ ഒരു കൊമ്പനാന കിടക്കുന്നുണ്ടോ, കൊമ്പനാന പുറത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ കയറി അതിനൊന്നും വേദനിക്കുന്ന പോലും, അതൊന്നും എണ്ണിക്കാൻ പോലും ശ്രമിക്കുന്നില്ല കേട്ടോ. രസമുണ്ട്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തുള്ള വീട് കണ്ട, അതുപോലെ ആ ഒരു സെറ്റപ്പിൽ പണിതിട്ട് ചെറിയൊരു ഹാളാണിത് കണ്ട. ശരിക്കും ഓല മേഞ്ഞിട്ടാണ് കേട്ടോ, ഇതുണ്ടോ നമ്മുടെ തെങ്ങിൻ്റെ ഓല മേഞ്ഞതാണ് ഇത് കണ്ട, അടിപൊളിയല്ലേ കണ്ട. ഇതുണ്ടോ മാവ് നിറച്ച് മാങ്ങ കേട്ടോ, 1 2 3 4 5 മാവ് നിൽപ്പുണ്ട്. അവസാനം അവൻ ആ കൊമ്പേ കയറിയിരിക്കുന്നുണ്ടോ. ആ ദേണ്ടൊരു ചേട്ടൻ കണ്ടോ, സാഹസികത കാണിക്കുന്നതാണ് കേട്ടോ, കണ്ട നമ്മൾ തൊപ്പി എടുത്ത് കൊടുത്ത ചേട്ടനാണ് തോന്നുന്നു കേട്ടോ. മൊത്തം കയറി നോക്കാം. ആ ചേട്ടൻ കയറി കേട്ടോ, ചേട്ടൻ കയറി പോയിന്റ് തൊട തിരിച്ചതുപോലെ ഇറക്കി. എൻ്റെ പൊന്നെ സിപ്ലൈനെ കയറാൻ നിൽക്കുന്ന ക്യൂ ഉണ്ട്, ഭയങ്കര ക്യൂ. അണ്ണേ നിങ്ങൾ എങ്ങനെ തേനിയാ ഇവിടെ எப்படி இருக்கு? நல்லா இருக்கா? வீக்கெண்ட்ஸ் ஃப்ரெண்ட்ஸோட வரலாம் அப்படின்னு பார்த்தா ஃபர்ஸ்ட் ஃப்ரெண்ட்ஸோட வந்திருந்தோம், இப்போ ஃபேமிலியோட கூட்டு வரலாம், ஃபேமிலியோட நல்லா என்ஜாய் பண்ணிட்டு இருந்தோம் மார்னிங்ல. சூப்பரா. உங்கள் பேர் என்ன? விவேக். என்ன பண்ணது? ஐடியில் ஒர்க் பண்ணுறேன் பெங்களூரில். ஸோ இப்போ ஒர்க் ஃப்ரம் ஹோம் வீட்டுக்கு வந்திருந்தோம். ஹாலிடே ஆஸ்வதிக்காനായിട്ട് വന്നാ? ஹாலிடே என்ஜாய் ചെയ്യാനായിട്ട് வந்தா? ஹாலிடே என்ஜாய் பண்ணுறதுக்காக தான். ஸோ வீட்டில் எல்லாம் இங்கே வெளியே போகலாம் பிளான் பண்ணிட்டு இருந்தோம். ஸோ இங்கே பேக்கேஜ் எல்லாம் ஹோல்சேல். இது ஒரு ஹிடன் ஸ்பாட்டா இல்லை? నాకు தெரியல எல்லாரும். நாங்கள் லாஸ்ட் டைம் ஃப்ரெண்ட்ஸோட வந்திருக்கும் போது எங்களுக்கு தெரியும் இது. ஸோ வந்தப்போ இங்கே பேக்கேஜ் ஃபீஸ் எல்லாம் நல்லா இருந்துச்சு. சரி தான் இங்கே எல்லாம் கூட்டு வரலாம் சொல்லிட்டு இப்போ ஃபேமிலியோட எல்லாம் வந்து. எப்படி இருக்கு? உங்கள் பேர் என்ன? உவேந்திரா. படிக்கா எங்கே? திருநெல்வேலியா? எத்தனை படிக்கணே? 7th. எப்படி இருக்கு இந்த സ്ഥലം? சூப்பராக இருக்கா? ஒன் டே என்ஜாய்மெண்ட் செய்திருக்கோண்டா?
അങ്ങനെ നമ്മൾ സിപ്പ് ലൈനിൽ കയറാൻ പോവാണ്. നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ സിപ്പ് ലൈനിൽ കയറും കേട്ടോ. എൻ്റെ പൊന്നളിയ സിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അനുഭവം കേട്ടോ. എൻ്റെ ദൈവമേ, ഞാനത് ചെയ്തു കേട്ടോ. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. കുറേ നേരത്തേന് നമ്മുടെ അനുഭവം കേട്ടോ, അനുഭവം. ഈ ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ട്. ഈ പെൺകുട്ടി ഈ അഡ്വഞ്ചർ എല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സൈക്ലിങ് കഴിഞ്ഞ് സിപ്പ് ലൈൻ എടുത്തതിന് ശേഷം എന്താണത് ഇതും. ഇത് ഹൈലി റിസ്ക് ആണ് കേട്ടോ. ഇതുകൊണ്ടോ കൊന്ന പൂത്തേക്കുന്നുണ്ടോ. ഞാനിവിടെ വന്നപ്പോൾ കണ്ടൊരു ഫാമിലിയാണ്. മലയാളീസ് ആണല്ലേ? ആ, എങ്ങനെയുണ്ട് ചേട്ടാ ഈ സ്ഥലം? ഇതിൻ്റെ പേരെന്തായിരുന്നു? ലിയോൺ. പഠിക്കണോ ചേട്ടനോ? ബീഡ് കഴിഞ്ഞു. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. അങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ? കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഉണ്ടല്ലേ? ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. ഫാമിലിയുടെ വരുമ്പോൾ നമുക്ക് നല്ലൊരു ഓപ്ഷനാണിത്. പിന്നെ കോളേജിൽ നിന്നൊക്കെ ആണല്ലോ ഫ്രണ്ട്സായിട്ടൊക്കെ വന്നാൽ വൺ ഡേ ഫുള്ള് കവർ ചെയ്യാനുള്ള സാധനമുണ്ട് അല്ലേ? എല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് വെച്ചാൽ അതിനും ഒരു ഐസ്ക്രീം ഒരു ഹഡ് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് കൗണ്ടർ അതിൻ്റെ അകം കണ്ട എന്ത് രസമാണ് ഇത്. കണ്ട അപ്പോൾ അതേ ഫുഡിന് പോലും നമ്മൾ വെളിയിൽ പോകേണ്ട കാര്യമില്ല. അതാണ്ടത് ഇവിടെ ഒരു ഫുഡ് കൗണ്ടറൊക്കെ അടിപൊളിയായിട്ട് ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. കമ്പത്തൊക്കെ ഉണ്ടാകുന്ന മുന്തിരി തണ്ട് ഇവിടെ പാകിയിട്ടുണ്ട് കേട്ടോ. ഈ വള്ളിയെല്ലാം മുന്തിരി വള്ളികളാണ് കേട്ടോ. നമ്മൾ വെളിയിൽ നിന്നാണ് ഫുഡും കൊണ്ടുവരുന്നെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഡ്രൈവിംഗ് ഒന്ന് മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഇതുവരെ വണ്ടി ഓടിക്കാത്തവർക്ക് ആക്സിഡൻറ്റ് ഉണ്ടാക്കാതെ ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ചേട്ടാ മലയാളിയാണോ? മലയാളിയാണ്. ഞാനിവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും അത്യാവശ്യം പ്രായമുള്ള ഒരാൾ ആണ്. എത്ര വയസ്സുണ്ട്? 68. ആ, വലിയ പ്രായമൊന്നും അല്ലല്ലോ അല്ലേ? ചേട്ടാ ഇവിടെ വന്നിട്ടുള്ള അനുഭവങ്ങളൊന്ന് പറയാമോ? സ്ഥലം എവിടെ? ചേട്ടൻ്റെ പേരെന്തായിരുന്നു? സെബാസ്റ്റ്യൻ. കട്ടപ്പന ഇവിടെ അടുത്ത് തന്നെയാ? അപ്പം അവിടെ വാഗമണ്ണുണ്ട്, പരുന്തുംപാറയുണ്ട്, തേക്കടിയുണ്ട്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലം വളരെ ഹൈഡായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് ആദ്യമായിട്ട് വരുവാണ്. ഫാമിലി ആയിട്ടാണല്ലേ? എങ്ങനെയുണ്ട് ഈ ഒരു സ്ഥലത്തെ പറ്റി? നല്ലൊരു അഭിപ്രായമാണ്. കാരണം ഒത്തിരി പേർക്ക് അറിയത്തില്ലാത്തൊരു പ്ലേസ് ആണിത്. നമ്മളിവിടെ അടുത്തായിട്ട് പോലും ഞാനിവിടെ ഫസ്റ്റ് ടൈം വരുന്നത്. മമ്മി ഇത് സെക്കൻഡ് ടൈമാണ്. എന്നാൽ പോലും നമ്മൾ ഇവിടെ ഫസ്റ്റ് ടൈം വരുവാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമുക്ക് ഒത്തിരി റേറ്റ് അല്ല, ഇവരെല്ലാം നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് അവർ എല്ലാം ചെയ്തിരിക്കുന്നത്. ഒത്തിരി വെയിറ്റ് ചെയ്യിപ്പിക്കാതെ എല്ലാവർക്കും കയറാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ അത്യാവശ്യം നല്ല തിരക്കാണ്. അത് നല്ല തിരക്കാണ്. ഇപ്പൊ എനിക്കൊന്ന് സെക്കൻഡ് സാറ്റർഡേ ആയ ഇവിടെ കൂടുതലും വരുന്നത് മലയാളീസ് അല്ല, തമിഴ്നാട്. ഇതിപ്പോ തമിഴ്നാട് കേരളം ബോർഡറാണ്. അപ്പം ഹാഫ് മലയാളീസും വരുന്നുണ്ട്, അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരും വരുന്നുണ്ട്. ഇപ്പൊ തന്നെ കുറെ നോർത്ത് ഇന്ത്യൻസിനെ ആണെങ്കിലും കണ്ടു. ഇന്നിപ്പോ അവരും കുറെ പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ കേട്ടറിഞ്ഞ് വരുന്നവരുണ്ട്. അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ഒരു ദിവസം സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ആഫ്റ്റർനൂണാണ് വന്നത്. ഇങ്ങനെ വൺ ഡേ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. സമയത്തിൻ്റെ ഒരു കുറവുണ്ട് ഇപ്പം. മമ്മിയാണല്ലേ? മമ്മി എന്തോ പറയാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇവർ പറഞ്ഞത് വളരെ കാര്യമുള്ള കാര്യമാണ്. എല്ലാ പ്രായക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതെ അതെ, ഇവിടെ ഈ സിപ്പ് ലൈനിലൊക്കെ പ്രായമുള്ള ആളുകളാണ് കയറി പോകുന്നത്. നമുക്കാണേലുവേ പ്രായഭേദം പിന്നെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ്. ഏറ്റവും നല്ല ക്ലൈമറ്റ് ആണ്. വന്ന് എൻജോയ് ചെയ്യാനും ശരിക്കും ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് അല്ലേ? മറ്റു വേറെ ശല്യങ്ങളൊന്നുമില്ല. എല്ലാം കൊണ്ട് നല്ലൊരു ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അത്യാവശ്യം ജനങ്ങൾ അറിയേണ്ട ഒരു സ്ഥലം കൂടാണ്. തീർച്ചയായിട്ടും അറിയപ്പെടേണ്ട ഒരു സ്ഥലമാണ് ഇത്. ശരിക്കും ആ തേക്കടി വരുന്നവരാരും തന്നെ ഇങ്ങോട്ട് വരുന്നില്ല. തേക്കടി വരുന്നവർ തേക്കടി വാഗമൺ ആ ഒരു ഏരിയ റൗണ്ട് ചെയ്തിട്ട് അങ്ങ് പോകും. പക്ഷെ ഇത് അറിയപ്പെടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും ഒരു 2 കിലോമീറ്റർ അല്ല 5 കിലോമീറ്ററിനുള്ളിലേ കാണും തേക്കടി ടു ഈ റോസ് പാർക്ക് എന്ന് പറയുന്നത്. ഒരു 3 കിലോമീറ്റർ 5 കിലോമീറ്ററിനുള്ളിലായിരിക്കും. എന്നിട്ടും പലരും ഇവിടെ വരാണ്ട് ശ്രദ്ധിക്കപ്പെടാണ്ട് പോകുന്നവരുണ്ട്. പക്ഷെ ഇവിടെ വന്നാൽ ഒറ്റ ദിവസം സ്പെൻഡ് ചെയ്യണം. ഒറ്റ ദിവസം സ്പെൻഡ് ചെയ്യണം. ഫുഡ് കഴിക്കാനാണെങ്കിലും ഇവിടെ നല്ലൊരു ഇതുണ്ട്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ മുന്തിരി ഇതൊക്കെ പക്ഷേ കമ്പത്തൊക്കെ കിളിക്കത്തുള്ളുണ്ട്. ഇവരിവിടെയൊക്കെ നട്ടുപിടിപ്പിച്ച് ശരിക്കും ആ പ്രകൃതിയുടെ ഒരു ഭംഗി പോകാതെ ഇവരിവിടെ റെഡിയാക്കിയിരിക്കുന്നത് അല്ലേ?
അതില് പ്ലാവ് മാവ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഇവിടെ നിൽക്കുന്ന മാവൊക്കെ ഉണ്ടോ? ഭയങ്കരമായിട്ട് കാഴ്ച നിൽക്കുന്നത്. ചെറിയ മാവാന്ന് തന്നെ പറഞ്ഞു. കായ്ഫലം എല്ലാം അതുകൊണ്ട് ആ മാവൊക്കെ ഉണ്ട്. നല്ലോണം കാഴ്ചപ്പുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. കേരളക്കാർക്കില്ലാത്തതും മറ്റുള്ള സംസ്ഥാനം കാണാൻ പറ്റുന്നൊരു കാഴ്ച വേണ്ട. ഫാമിലി മൊത്തത്തിലിരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. നമ്മളിവിടെ കേരളത്തിലാണെങ്കിൽ എപ്പോൾ അടിയ നടന്നതെന്ന് ചോദിച്ചാൽ മതി. അപ്പം മച്ചന്മാരെ നിങ്ങൾ ഹൈ റേഞ്ച് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മൂന്നാർ, തേക്കടി, അതുപോലെ തന്നെ വാഗമൺ, പരുന്തുംപാറയൊന്നും ആക്കാതെ ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റും കേട്ടോ. ചുരുങ്ങിയ ചിലവിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കിടില സ്പോട്ടാണ് ഈ റോസ് പാർക്ക് എന്ന് പറയുന്നത്. നിങ്ങളവർക്ക് ഇവിടെ ഗാർഡൻ മാത്രമേ ഉള്ളൂ, ഗാർഡനൊന്നുമല്ല കേട്ടോ. എല്ലാവിധ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. അപ്പം ചുരുങ്ങിയ ചിലവിൽ ഹൈ റേഞ്ച് അടിച്ചു പൊളിക്കാൻ പറ്റിയ, അതായത് ദൂരത്തിൽ പോലും ഹൈ റേഞ്ച് അടിച്ചു പൊളിക്കാൻ പറ്റിയ കിടിലൊരു സ്പോട്ടാണ്. അപ്പോൾ ഈ ഒരു സ്പോട്ട് നിങ്ങൾ മിസ് ചെയ്യില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതിന് പറ്റും നിങ്ങളുടെ സ്വന്തം ജോസഫ് റാണിയാണ്. ഓക്കെ, ബൈ.